ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കറിച്ചട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അത് നമ്മുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിക്കാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ അസല് ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചേരുവകളും കാര്യങ്ങളുമായിട്ടുള്ള നമ്മുടെ റെസിപ്പിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും ശ്രദ്ധിക്കുക. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.5 കിലോ ചിക്കൻ പീസ് എടുത്ത് മാരിനേറ്റ് ചെയ്യാം. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, കോൺഫ്ലോർ 2 ടീസ്പൂൺ, കേട് 2 ടീസ്പൂൺ, മുട്ട 1, പിന്നെ സാൾട്ട് ആവശ്യത്തിന്. ഞങ്ങൾ ഇവിടെ 1/4 ടീസ്പൂൺ സാൾട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഇത് നല്ലോണം നമുക്ക് കുഴച്ച് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് ഒരു 1 അവർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. നമ്മുടെ നോർമൽ ചായ ഗ്ലാസ്സിൽ 4 ഗ്ലാസ് അരിയാണ് ഇന്ന് ഇതിലേക്ക് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്. യൂസ് ചെയ്യുന്ന അരി എന്ന് പറയുന്നത് നല്ല റോസ് കൈമ അരിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ അരിക്ക് നല്ല മണം ഇപ്പം തന്നെ ഉണ്ട്. ശരിക്കും ഒരു ബിരിയാണി എസൻസ് ഇടേണ്ട ഒരു ആവശ്യകത ഉണ്ടോയെന്ന് വരെ തോന്നിപ്പോകും. കാരണം നല്ല അടിപൊളി റൈസാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ചെറിയ അരി, നമ്മുടെ കോഴിക്കോട് അല്ലെങ്കിൽ തലശ്ശേരി ടൈപ്പ് ബിരിയാണിയാണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. പക്ഷേ നീനുവിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് 4 ഗ്ലാസ് അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം, ഒരു 2 തവണയെങ്കിലും. അതിനുശേഷം നമ്മളൊരു മിനിമം 20 മിനിറ്റ് അവനെ സോക്ക് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മുടെ വറക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു പാന് ചൂടാക്കി നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് കൂടിയാലും വേണ്ടില്ല, കാരണം വറക്കാൻ നമുക്ക് കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, തിളച്ച എണ്ണയിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോള കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരിയതായിട്ട് കുറച്ച് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 1/2 കപ്പ് സവോള. അത് നമുക്ക് മെല്ലെ വറുത്തെടുക്കാം. ഈ ഉള്ളി സത്യം പറഞ്ഞാൽ നമുക്ക് ബിരിയാണിയുടെ മേലെയൊക്കെ വെതറാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ സവോള നല്ല നേരിയതായിട്ട് അരിഞ്ഞിട്ടിടുന്നത്. അപ്പം നമ്മൾ പൊരിക്കാൻ ഇടുന്നതിന് മുന്നേ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊന്ന് കൈ കൊണ്ട് ഞെമിടി എടുക്കുക മീൻസ് തിരുമ്മി എടുക്കുക. അതിന് ശേഷം വേണം പൊരിക്കാൻ. അപ്പോൾ ഒരുപാട് നമ്മളത് കരിയിക്കാൻ പാടില്ല. നല്ല ഭംഗിക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ട് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പം നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതായിട്ട് അതേ എണ്ണയിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ആഡ് ചെയ്തിട്ട് അതും ഒന്ന് നന്നായി വറുത്തെടുക്കാമല്ലോ. മുന്തിരിയൊക്കെ നല്ല ഉണ്ട പോലെ വരും. അപ്പോൾ നമ്മുടെ മുന്തിരിയും അണ്ടിപ്പരിപ്പും പൊരിച്ച ഉള്ളിയും റെഡി ആയിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴി പീസ് എടുത്തിട്ട് നമുക്ക് ഇടാം. അതെല്ലാം നന്നായിട്ട് അങ്ങ് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മൾ നല്ലൊരു മീഡിയം തീയിലാണ് ചെയ്യുന്നത്. എണ്ണ കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും എണ്ണ കൂടുതലായിട്ട് ഒഴിക്കാം. ഇനി നമ്മൾ ഈ ചിക്കൻ നമ്മൾ പൊരിച്ച അതേ എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ ഏലക്കായ, കറുവപ്പട്ട, പിന്നെ ആരും പേടിക്കണ്ട, ഈ തിളച്ച എണ്ണയിലേക്ക് കറുവപ്പട്ട ഇടുമ്പോൾ ഇതുപോലെ പൊട്ടുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും ആരും മുഖം വെച്ചിട്ട് ഇതിടണ്ട. എനിക്ക് പറ്റിയൊരു പണി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഭാഗ്യം കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സവോള, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള മൊത്തം എടുത്ത് നമുക്ക് അതേ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. നമ്മളിപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വഴറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ സവോള പൊരിക്കാൻ വേണ്ടിയിട്ടും കോഴി പൊരിക്കാനൊക്കെ എടുത്തിരിക്കുന്നത് ഒരേ എണ്ണയാണ്. എണ്ണ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവോള ഒന്ന് മയപ്പെട്ട് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു വലിയ ഗോൾഡൻ ബ്രൗൺ പോലെ ഒന്നും ആവേണ്ട കാര്യമില്ല, പക്ഷെ എന്നാലും അതൊന്ന് പതുങ്ങി വരണം. നമ്മളിട്ട കറുവാപ്പട്ട, ഏലക്കായ എല്ലാം കാണാം. ജാതിപത്രി ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മിച്ചമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടീസ്പൂണ്, പിന്നെ ഒരു 3 പച്ചമുളക് കീറിയത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ നമ്മുടെ ഗരം മസാല 1 ടീസ്പൂണ്,
പിന്നെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ബിരിയാണി മസാല ഒരു 1.5 ടീസ്പൂൺ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് നന്നായി വഴയാൻ വേണ്ടിയിട്ട് അതിനെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ അതാ മൂടി തുറന്നു കഴിഞ്ഞ് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. ലൈറ്റ് തീയിൽ ഇപ്പൊ അതാ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കുക്കർ എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല നമ്മൾ നേരെ ആ കുക്കറിലേക്ക് ആഡ് ചെയ്യാണ്. അത് നല്ലോണം നമ്മുടെ ബേസ്മെന്റ് മൊത്തം മസാല വെച്ചിട്ട് നിറയ്ക്കുക. നേരെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരി, അതായത് ഊറ്റിയ അരിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കഴുകിയിട്ട് മൂടി വെച്ച അരി ഊറ്റിയിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് കുടഞ്ഞിട്ടാണ്. നാല് ഗ്ലാസ് അരി എടുത്തത് കാരണം ഇപ്പം നമ്മൾ 8 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. നമ്മൾ എത്ര അരി എടുത്തോ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ വെള്ളം എടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് ഓരോരുത്തർക്കും ആവശ്യത്തിന് എത്രയാണോ വെച്ചാൽ അതിടാം. നമ്മൾ ഏകദേശം ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്താണ് ഉപ്പ് ആഡ് ചെയ്യുന്നത്. അത് ആ വെള്ളം രുചിച്ച് നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ ഏകദേശം എത്ര ഉപ്പ് ഇതിൽ വന്നിട്ടുണ്ട്. കാരണം മസാലയുടെ ഉപ്പും കൂടി ഇതിൽ വരുന്ന കാരണം നമുക്ക് എളുപ്പമായിരിക്കും നോക്കി മനസ്സിലാക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുതിനയിലയും കുറച്ച് മല്ലിയിലയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ബിരിയാണി എസൻസ്, പിന്നെ ഒരു 1-1.5 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ്, പിന്നെ നമുക്കൊരു 1/2 നാരങ്ങ അതും കൂടി പിഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് സിമ്മിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഈ കുക്കർ അടുപ്പിക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടേത്. ഇനി നമ്മുടെ മെയിൻ പരിപാടിയാണ്. ഇപ്പൊ നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമ്മൾ ഇവനെ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ചെമ്പ് എടുത്തിട്ട് ലെയർ ആയിട്ട് ഇവനെ സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതായത് ആദ്യം റൈസ്, പിന്നെ നമ്മുടെ പൈനാപ്പിൾ പീസസ്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് പുതിനയില, പിന്നെ അതിൻ്റെ നമ്മുടെ പൊരിച്ച കോഴി, അങ്ങനെ വെച്ച് നമ്മൾ ചെമ്പ് നിറയ്ക്കണം. അപ്പൊ നമ്മളൊരു 3-4-5 ലെയർ ആയിട്ടാണ് ഇവനെ വെക്കുന്നത്. ഇപ്പൊ എല്ലാം നമ്മുടെ സവോളയും നമ്മുടെ മുരിഞ്ഞ സവോളയും എല്ലാം വെതറി അടിപൊളി സുന്ദര കുട്ടപ്പനായിട്ട് ചെമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, സിമ്മിൽ നമ്മൾ ഈ ചെമ്പ് ഒന്ന് വെക്കുക ഒരു 5 മിനിറ്റ് നേരം, നമ്മുടെ ഒന്ന് നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ബിരിയാണി എടുത്തിരിക്കുകയാണ്. നമ്മുടെ ചെമ്പിൽ കണ്ടില്ലേ, നല്ല ചൂടുണ്ട്. നമ്മൾ നല്ലോണം ഒന്ന് അടിമുടി ഇളക്കിയെടുക്കാം ഇവനെ. നല്ല മണം കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അല്ല, നമ്മുടെ ചിക്കൻ പീസൊക്കെ നല്ല അടിപൊളി മുരമുരാന്ന് ഇരിപ്പുണ്ട്. നമ്മുടെ കോൺഫ്ലോറിലിട്ട് പൊരിച്ചത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ബിരിയാണി നല്ല ടേസ്റ്റുള്ള അടിപൊളി ബിരിയാണി. വളരെ തുറന്നൊരു അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞ അതേപോലെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ബിരിയാണി കിട്ടുന്നതായിരിക്കും. നല്ല ആവി പറക്കുന്ന ബിരിയാണി, അടിപൊളി. അപ്പോൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.